അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് സമ്പന്നമായ ഒരു റമദാൻ മാസത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഖുർആനാകട്ടെ മനുഷ്യനോട് കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ ഒരു സ്വഭാവത്തിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഇബാദ് എന്ന ആ ഒരു മനോഹരമായ ഒരു വിളിയുണ്ട്. ആ വിളി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ വാഹനമായ ഒട്ടകം ഒരു മരുഭൂമിയിൽ വെച്ച് അത് ഓടിപ്പോവുകയാണ്. അവനാകട്ടെ അവൻ്റെ എല്ലാ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ആ ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു. അങ്ങനെ അവൻ നിരാശയോടെ ക്ഷീണത്തോടെ ഒരു മരത്തിൻ്റെ തണലിൽ കിടന്ന് അയാൾ ഉറങ്ങിപ്പോയി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഒട്ടകം, കാണാതായ ആ ഒട്ടകം തൻ്റെ പുറത്തുള്ള എല്ലാ സാധനങ്ങളോടും കൂടി മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ച അവന് കാണുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ സന്തോഷത്തിൻ്റെ ആ അതിരറ്റ സന്തോഷം കണ്ട് ആ മനുഷ്യൻ മതിമറന്ന് പറഞ്ഞു പോയത്, അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്, അള്ളാഹുവേ നീ എൻ്റെ അടിയാനാണ്, ഞാൻ നിൻ്റെ രക്ഷിതാവാണ് എന്ന രൂപത്തിലൊരു പരാമർശം നടത്തി. പക്ഷേ റസൂല് പഠിപ്പിക്കുന്നത് ഈ മനുഷ്യന് ഉണ്ടാകുന്ന ആ സന്തോഷത്തെക്കാൾ കൂടുതൽ സന്തോഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ആയത്ത് മനുഷ്യരെ അല്ലെങ്കിൽ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരർത്ഥത്തിലും നിരാശരാവാൻ പാടില്ല എന്നതാണ്. അള്ളാഹു എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു തരും എന്ന് പറയുകയാണ്. ഇതൊരു മനോഹരമായ വചനമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഈ കാരുണ്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഈ പൊറുക്കലിലേക്ക്, അള്ളാഹുവോടുള്ള പശ്ചാത്താപത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുക. അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക. കാരണം അള്ളാഹു അതിന് കാത്തിരിക്കുകയാണ്. ഒരു ശക്തി, ദൈവം തമ്പുരാൻ നമ്മിൽ നിന്ന് ഈ പശ്ചാത്താപത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്താണ് ബോൾ ഇരിക്കുന്നത്. നമ്മൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു കോൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ വിളിയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള പശ്ചാത്താപത്തിലേക്കാകട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ ഈ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് അവനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സിൻ്റെ അകത്ത് നിന്നുള്ള കരഞ്ഞുകൊണ്ട് തന്നെയുള്ള പശ്ചാത്താപത്തിലൂടെ അള്ളാഹുവിൻ്റെ ഉത്തമരായ അടിയാറുകളായി അവൻ സ്വീകരിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അടിയാറുകളായി തീരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.